ദൈവവിശ്വാസമാണ് ഞങ്ങൾക്ക് ആദ്യമുള്ളത്, അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് ബൈബിൾ വിശ്വാസമൊക്കെ. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ കുറെ കൂടെ ഈ എൻ്റെ ചങ്ങാതി സജി വർഗീസ് പഠിക്കണം. വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കല്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തോട് ചേർന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് മുൻപോട്ട് പോകേണ്ടത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല, ഒരു യാത്രയിലായിരുന്നു, നിങ്ങളെല്ലാം അത് അറിയുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിലൂടെ ആ കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് ധരിച്ചിരുന്നു. അതിന് മുൻപുള്ള ആഴ്ചകളിൽ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു നമ്മൾ ഈ അടുത്ത ദിവസം ഇന്നതാണ് പറയാൻ പോകുന്നതെന്ന്. ആ കാരണത്താൽ പല പ്രിയപ്പെട്ടവരും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ആ കാര്യങ്ങൾ ഈ ആഴ്ച എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് ആ മെസ്സേജ് വന്നില്ല, ഞങ്ങളത് കാത്തിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. പ്രതീക്ഷിച്ചതുപോലെ ഇടയിലൊന്നും സമയം കിട്ടിയില്ല, യാത്രയായിരുന്നു, തുടർമാനമായ യാത്രയായിരുന്നു. എവിടെയും റെസ്റ്റ് എടുക്കാനായിട്ടൊരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടിയില്ല. നമ്മൾ സഞ്ചരിച്ച അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തിരുന്ന ഏരിയകളിൽ അവിടെ അവരോട് സംസാരിക്കണമല്ലോ, അത് കഴിഞ്ഞു വരുന്ന ഒഴിവ് സമയത്തല്ലേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നീണ്ട മീറ്റിങ്ങുകളായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങി അതങ്ങനെ രാത്രി വരെ നീണ്ടു പോയി. ആഫ്റ്റർനൂണിലും ഒക്കെ പോയതുകൊണ്ട് മണിക്കൂറുകൾ സംസാരിച്ചതുകൊണ്ട് എനിക്കും സംസാരിക്കാനായിട്ടുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു ശ്രമം നടത്താതിരുന്നത്. പിന്നെയും മനസ്സിൽ ചിന്തിച്ചു, കർത്താവ് വരാൻ താമസിച്ചാൽ ഈ സൺഡേയിൽ നിങ്ങളോടുകൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു പോകണമെന്ന്. അതായത് വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ ഓർത്തഡോക്സ് അച്ഛൻ നമ്മോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, ഏതാണ്ട് 12-ലധികം ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ മറുപടി ഇങ്ങനെ പറയുകയായിരുന്നു. ചോദ്യങ്ങളൊക്കെ ഗൗരവമായ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, അത് കുഴയ്ക്കാവുന്ന ചോദ്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളെന്തായാലും കൃപയാൽ കുഴഞ്ഞു പോയില്ല. കർത്താവ് ആ കുഴച്ചിലിൽ നിന്നൊക്കെ നമ്മളെ ഉറപ്പിച്ചു നിർത്തി. നമുക്കത് കുറച്ചുകൂടെ മുന്നേറ്റത്തിന് കാരണമായി തീർന്നു. പല കാര്യങ്ങളും കണ്ണിൽ മറഞ്ഞിരുന്നതൊക്കെ തുറന്നു വന്നു. ചിന്തിക്കാത്ത മേഖലകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തി. അതെല്ലാം നമുക്ക് അനുഗ്രഹമായി എന്നുള്ള ഒരു ഭാഷയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വ്യക്തിപരമായി അത് വലിയ അനുഗ്രഹമായി, നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നമ്മൾ പരമ്പരാഗതമായ നിലയിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു ഡിനോമിനേഷനിൽപ്പെട്ട അതിലെ ശുശ്രൂഷകനായ വളരെ സീനിയറായിട്ടുള്ള ബഹുമാനനായ ഒരു വ്യക്തിയാണ് നമ്മോട് സംസാരിക്കുന്നത്. അവർക്കൊരു പ്രാധാന്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് പാരമ്പര്യത്തിൽ ഊറ്റമുള്ള മനുഷ്യരാണ്. വളരെ പുരാതനത്വം പറയാനായിട്ട് അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം നമ്മളെ അവർ ആക്രമിക്കാറുള്ളൊരു ചില മേഖലകളുണ്ട്. സ്നേഹം കൊണ്ടാണ് ആക്രമിക്കുന്നത്, അല്ലാതെ നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മളെയൊക്കെ അവരെത്ര സ്നേഹിക്കുന്നതെന്നറിയാവോ? കാരണം അവരാണ് പുരാതനായ ക്രിസ്ത്യാനികൾ, അവരാണ് വളരെ പഴക്കം ചെന്ന ആളുകൾ, അവരാണ് ദൈവ സ്നേഹമാണെന്നുള്ളത് ആദ്യം അറിഞ്ഞ ആളുകൾ. അങ്ങനെയല്ലേ? അവരാണ് ദൈവ സ്നേഹമാണെന്നുള്ളത് ആദ്യം അറിഞ്ഞ ആളുകൾ. അവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവർ ചരിത്രത്തിൽ ആരെയും ദ്വേഷിച്ചിട്ടില്ല, ആരോടും അവർക്ക് ശത്രുതയില്ലാത്ത ആളുകളാണ്. അതൊക്കെ നമുക്കൊരു വിസ്മയമായിപ്പോയി. നമ്മുടെ ബഹുമാനായ അച്ഛൻ ഈ ചോദ്യമൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആനന്ദം എന്തെന്ന് ചോദിച്ചാൽ, സ്നേഹം എന്നുള്ളൊരു വിഷയം പല മതങ്ങളുണ്ടല്ലോ ലോകത്തിൽ. ഇസ്ലാമുണ്ട്, ഹിന്ദു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈന മതമുണ്ട്, നിരീശ്വര മതമുണ്ട്, അങ്ങനെ ഒത്തിരി മതങ്ങളുണ്ട്. അതിനിടയിലെ ഒരു പ്രബല മതമാണ് ക്രിസ്തു മതം. അതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രബല സമൂഹങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ അതിനിടയിൽ നമ്മളുമായി സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്ത സത്യ സുറിയാനി സഭയുടെ ഭാഗമായ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ, അവരൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളുകളാണ്. അവരുടെ ആ സ്നേഹം, കരുതലും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പല നിലകളിൽ കഴിയുകയാണല്ലോ. അപ്പോൾ ഇത്രയും ബഹുമാനരായ ഇവരൊക്കെയായിട്ട് നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നതും ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത്. അപ്പം ഈ ചോദ്യങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അച്ഛൻ എന്നോട്, അതായത് അച്ഛനോട് അതിനു മുമ്പ് സംസാരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യും, വേഗം അവസാനിപ്പിക്കും. ജസ്റ്റ് ഒന്ന് കേൾക്കണം. ദൈവവിശ്വാസമാണ് ഞങ്ങൾക്ക് ആദ്യമുള്ളത്, അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് ബൈബിൾ വിശ്വാസമൊക്കെ. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ കുറെ കൂടെ
ഈ എൻ്റെ ചങ്ങാതി സജി വർഗീസ് പഠിക്കണം, വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കല്. ഓക്കെ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു വരുന്നത് ശ്രീമാൻ സജി വർഗീസ് ഓർത്തഡോക്സി എന്തെന്ന് പഠിക്കണം, എന്തെന്ന് പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്കൊരു ആഹ്വാനം ലഭിക്കുകയാണ് അച്ഛനിൽ നിന്ന്. ഏതാണ്ട് 10-12 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു. ആ ചോദ്യങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു അഡ്വൈസും കൂടെ തന്നത്. അതായത് ഓർത്തഡോക്സി എന്തെന്ന് പഠിക്കണം, പഠിച്ചിട്ട് വേണം കാര്യങ്ങളെ പറയാൻ. അത് പറയുന്നതിന് മുമ്പ് അച്ഛൻ ചില സൂചനകൾ പറഞ്ഞു. നിങ്ങളുടെ ഈ പെന്തക്കോസ് വിശ്വാസമൊക്കെ തകർന്നു പോകും, ഇതൊന്നും പിന്നീട് നിലനിൽക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊട്ടാരക്കരയിലുള്ള ഒരു ചങ്ങാതി ആഫ്രിക്കയിലും എവിടെയെങ്ങാണ്ട് പോയി ഏതോ ആഫ്രിക്കക്കാരുടെ കൂട്ടത്തിൽ പരൽമീൻ പിടയ്ക്കുന്നത് പോലെ കിടന്ന് പിടച്ചു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ എന്താ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു വന്നിട്ടാണ് എനിക്കുള്ള അഡ്വൈസ് തന്നത്. നിങ്ങൾ ഓർത്തഡോക്സി എന്തെന്ന് പഠിക്കണം, അതൊക്കെ പഠിക്കാതെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വരരുത് എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് അവിടെ തന്നത്. അപ്പോൾ അച്ഛൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശിരസാ വഹിച്ച് ഏറ്റെടുത്തു. കുറേ മാസങ്ങളായില്ല, 5-6 മാസമായി അച്ഛൻ ആ കാര്യം നമ്മളോട് പറഞ്ഞിട്ട്. അവിടെ മുതൽ നമ്മൾ ഈ 10-12 ചോദ്യത്തിന് മറുപടി പറയായിരുന്നു, 1 by 1 ആയിട്ട് മറുപടി പറയായിരുന്നു. പല ചോദ്യങ്ങളുണ്ടായിരുന്നല്ലോ. ആ ചോദ്യങ്ങളൊക്കെ 2-3 ഗണത്തിലേക്ക് നമ്മൾ മാറ്റി, പല സെഷനുകളായിട്ട് മാറ്റിയിട്ട് സമാന സ്വഭാവങ്ങളുള്ളതെല്ലാം ചേർത്ത് മറുപടി പറഞ്ഞു. അതിൽ ചിലതെല്ലാം പ്രമാദമായ വിഷയങ്ങളാണ്. കാലങ്ങളായി കീറാമുട്ടിയായി കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, അതിന് നമ്മൾ മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ അതിന് പല ആഴ്ചകളെടുത്താണ് മറുപടി പറഞ്ഞത്. ധാരാളം പേരത് കണ്ടിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? നിങ്ങളുടെ ആരാധന മുഴുവനും കേന്ദ്രീകൃതമായിരിക്കുന്നത് യേശുക്രിസ്തുവിലാണല്ലോ, യേശുക്രിസ്തുവിൽ മാത്രമാണല്ലോ നിങ്ങളുടെ ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടതുണ്ടായിരുന്നല്ലോ. അതെല്ലാം മറുപടി പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ അവസാനത്തെ അച്ഛൻ്റെ ആഹ്വാനത്തെ നമ്മൾ പുറത്തെടുക്കുകയാണ്. അതെ, അച്ഛൻ്റെ ആഹ്വാനം നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ഓർത്തഡോക്സിയൊക്കെ എന്തെന്ന് പഠിച്ച് നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ നോക്കുന്നതായിരിക്കും ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഓർത്തഡോക്സി എന്തെന്ന് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ പുരാതനത്വവും കാര്യങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വരിക എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞു പോയ 5-6 മാസം കൊണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു, സൂക്ഷ്മമായി പല കാര്യങ്ങളും ശ്രദ്ധിച്ചു, വിശകലനം ചെയ്തു, പഠിച്ചു, അന്വേഷിച്ചു, മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക ഈ ഒരൊറ്റ മെസ്സേജിൽ അത് പറഞ്ഞ് തീരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാം, കാരണം സമയത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ടല്ലോ. തുടക്കത്തിൽ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനി ഈ കാര്യങ്ങൾ മുഴുവനും പറയാനായിട്ട് ഏതായാലും സാധിക്കില്ല. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് അടുത്ത ദിവസം, അടുത്ത ആഴ്ച എന്നാന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യാം, അത്ര തന്നെ. അപ്പോൾ ഇപ്പോൾ പ്രൈമറി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എൻ്റെ പഠനങ്ങൾ, എൻ്റെ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് ധരിപ്പിക്കാം. നിങ്ങളും പിന്നെ അതൊന്ന് അന്വേഷിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ ഇത്യാദി ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ. മറുപടി പറയാൻ പാകത്തിന് നമ്മൾ പ്രാപ്തരാകുകയും ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കോട്ടയം പട്ടണത്തിൻ്റെ പരിസരത്തുള്ള അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗൺ എന്നുള്ള നിലയിൽ അടുത്തടുത്തുള്ള ചില സ്ഥലങ്ങളിലായിരുന്നു ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവിടെ അത്യാവശ്യം ഓർത്തഡോക്സിയെക്കുറിച്ചും പെന്തക്കോസ്ത് വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ തരക്കേടില്ലാത്ത നിലയിൽ പറയാനിടയായി. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലുള്ളവരും കാത്തലിക് പശ്ചാത്തലത്തിലുള്ളവരൊക്കെ കടന്നു വന്ന് കേൾക്കാനിടയായി. കേട്ട ചിലരുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രയോജനമായി, ഗുണമായി എന്നൊക്കെ അവർ പറഞ്ഞു വരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ കോട്ടയം ജില്ലയിൽ ഇരുന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ജില്ലയൊന്നും വിട്ടിട്ടില്ല, ജില്ലയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. ബഹുമാനായ സഹോദരൻ സജി വർഗീസ് ഓർത്തഡോക്സി എന്തെന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ പശ്ചാത്തലങ്ങളും പാരമ്പര്യങ്ങളും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പല കാര്യത്തിലും ചഞ്ചലിപ്പുള്ളവരാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാത്രമാണ് ഇന്നുവരെ കല്യാണം നടത്തിയിട്ടുള്ളൂ. കല്യാണം മാത്രം നടത്തിയാൽ മതിയോ? അല്ല, എല്ലാ കാര്യവും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടത് ഞാൻ എൻ്റെ തീസിസ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ പോവുക. അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2000 വർഷത്തിൻ്റെ ചരിത്രം പറയുന്ന ഈ വാത്സല്യ സഹോദരങ്ങൾക്ക് തങ്ങളുടെ ദൈവമാരെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കേട്ട നിങ്ങൾക്ക് ഞെട്ടലുണ്ടോ? ഞാൻ ഞെട്ടിയിരിക്കുക. കാരണം എന്താ?
അവരിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നു പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. നിക്കിയിലെ പുണ്യപ്പെട്ട പിതാക്കന്മാര് അവരാൽ ഉറപ്പിച്ചു തന്ന ആ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മാമോദീസയെക്കുറിച്ചും ആശീർവാദത്തെക്കുറിച്ചും പിന്നെ എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ ആരാധന എല്ലാം, ഞങ്ങളുടെ ഗീതങ്ങളെല്ലാം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിനാണെന്ന് പറയുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അവർക്ക്. ഈ 2000 കൊല്ലം കൊണ്ട് അവർ കണ്ടെത്തിയത് യഹോവയായ ദൈവം കൊല്ലുന്ന ദൈവമാണെന്നാണ്. ഈ 2000 കൊല്ലം കൊണ്ട് അവർ കണ്ടെത്തിയെന്നും പഠിച്ചെന്നും പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ വിസ്മയിച്ചു പോയി. കാരണം യഹോവയായ ദൈവം കൊല്ലുന്ന ദൈവമാണെന്ന് അവരുടെ സീനിയർ മോസ്റ്റ് സഭാരത്നമായ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലിത്തയാണ് പറഞ്ഞത്. തെളിവ് നമ്മുടെ കയ്യിലുണ്ട്, വീഡിയോസ് നമ്മൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ബുക്കുകളും ഒക്കെ ധാരാളമുണ്ട്. അതുപോലെ പല അവരുടെ മെത്രാന്മാരും മറ്റും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. നോക്കണം, ഞാൻ കാതലായൊരു പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് യഹോവയായ ദൈവം, ബൈബിൾ പഠിപ്പിക്കുന്ന യഹോവയായ ദൈവത്തെ അവർ വെറും ഒരു ഗോത്ര ദൈവമായിട്ട് ചിത്രീകരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്നു, ഇസ്രായേലിൻ്റെ മാത്രം ദൈവമായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെ പല നിലകളിൽ പറയുന്നു. 1+1+1 1 is 1 ആണ്. ദൈവത്തിനെ പൂർണ്ണതേ ഉള്ളൂ, സൃഷ്ടിയിലില്ല. ഈ ഹെഡിങ് തെറ്റാണ്, ഞാൻ പരസ്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. റോങ് ഹെഡിങ്. ഗോഡ് ഓഫ് ലൈഫ് ആൻഡ് യഹോവ എല്ലാവരും കൊന്നു. അപ്പോൾ ഒരു പറ്റം ആളുകളെ സംബന്ധിച്ച് അവരുടെ ചിന്തയിൽ എന്താ വന്നിരിക്കുന്നത്? പഴയ നിയമത്തിൽ കാണുന്ന ദൈവമാണ് യഹോവയായ ദൈവം. ആ ദൈവം അനവധി ആളുകളെ കൊന്നിട്ടുണ്ട്, ആ ദൈവം ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം ഇന്ന് വരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ആരെയും ശിക്ഷിക്കില്ല. ഭയങ്കര സ്നേഹസമ്പന്നനായ ദൈവമാണ് എന്നുള്ള നിലയിലാണ് ഇത്രയും കാലം കൊണ്ട് അവർ കണ്ടെത്തിയ അവരുടെ ദൈവശാസ്ത്ര ബോധ്യങ്ങൾ. പക്ഷെ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്താ? പിതാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, പുത്രനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലേ? പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഹുവേ എന്നുള്ള ആ പദം നമ്മൾ കാണുന്നില്ല, പകരം കർത്താവ് എന്നാണ് അവിടെയൊക്കെ കാണുന്നത്. അത് തർജ്ജമയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മാത്രം. പക്ഷേ ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തെ തന്നെയാണ് യഹോവയായ ദൈവം എന്ന് വിളിക്കുന്നതെന്നുള്ളത് വചനത്തിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് തെളിയിക്കാൻ കഴിയും. പിന്നെ ചിലർ അവരുടെ ഇടയിൽ പറയുന്നുണ്ട് അവരുടെ ദൈവം അത്യുന്നതനായ ദൈവമാണെന്ന്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവമാണെന്ന്, ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു അത്യുന്നതനാം ദൈവമാണെന്ന്, മറ്റൊരു കൂട്ടം ആളുകൾ അവരുടെ കൂട്ടത്തിൽ തറപ്പിച്ച് പറയുന്നു ഞങ്ങൾ യഹോവയായ ദൈവത്തെ സേവിക്കുന്നു എന്ന്. നമ്മൾ ചില പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ തന്നെ ഇവിടെ കേട്ടിട്ടുണ്ട്. അവർ യഹോവയായ ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കിയെന്നാണ്. അതുപോലെ തന്നെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പ്രവചന പുസ്തകത്തിൽ 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഉള്ള അവരുടെ കാതോലിക്ക തന്നെ അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, തൻ്റെ ആ സ്ഥാനാരോഹണത്തിൻ്റെ സമയത്ത് യഹോവയായ ദൈവത്തിൻ്റെ കൃപയാലാണ് താൻ ഇപ്പോൾ ഈ പദവിയിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താ? അങ്ങനെയല്ല, യഹോവയായ ദൈവമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, അത് പെന്തിക്കോസുകാരുടെ ദൈവമാണ്, അത് ഇസ്രായേലിൻ്റെ ദൈവമാണ്, അത് ഇസ്രായേലിൻ്റെ ദൈവവും പെന്തിക്കോസുകാരുടെ ദൈവമാണ്, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് ആ ദൈവമായിട്ടൊരു സംബന്ധമില്ല. അതാണ് അവർ പറയുന്നത്. അതായത് ഒരു കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളെ ഈ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഐക്യതയുണ്ട് ഇവർക്ക്? എൻ്റെ പഠനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കാണായ കാലം മുഴുവനും ഈ നിക്കാ വിശ്വാസ പ്രമാണമൊക്കെ ഒരുമിച്ച് ഏറ്റുചൊല്ലിപ്പോയിട്ട് ഇതെല്ലാം ചെയ്തു പോയിട്ട് ഇപ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ ഒരു ഏകീകൃതമായ ഒരു അഭിപ്രായമില്ല. യഹോവയായ ദൈവത്തെക്കുറിച്ച് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ പറഞ്ഞാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ അങ്ങനെ പറയില്ല, അവർ തിരിച്ചു പറയും. അപ്പോൾ ഐക്യതയുണ്ടോ? ഇനി അവരുടെ ഇടയിലുള്ളൊരു മെത്രാൻ പരസ്യമായി പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തെ സേവിക്കുമ്പോൾ തന്നെ
ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂർ അപ്പനെയും ഒക്കെ സേവിക്കും, അവിടെയൊക്കെ തൊഴും, അവിടെയൊക്കെ നേർച്ച കൊടുത്തുവിടും. അതൊക്കെ തൻ്റെ ദൈവസങ്കല്പത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. വേറെയും പല പുരോഹിതന്മാർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റുമാനൂർ അമ്പലം, ഞാൻ എപ്പോഴും ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ വണങ്ങുന്ന ആളാണ്. എനിക്ക് തുറന്നു പറയുന്നതിന് മടിയില്ല. എൻ്റെ അരമനയിൽ തിരുമേൻ്റെ കുക്ക് നല്ലൊരു സ്വാമി ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകും. ശബരിമലയ്ക്ക് പോകുമ്പം ഞാൻ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു നേർച്ച കൊടുക്കും. സ്വാമിയോട് നമ്മുടെ കാര്യം കൂടെ പറയണേ. ഈ പല പേരിൽ അറിയപ്പെടുന്ന ഈ ദൈവങ്ങളും കാര്യങ്ങളും സംവിധാനങ്ങളെല്ലാം അത് ഏക ദൈവത്തെങ്കിലേക്കുള്ള വഴികളാണെന്ന്. പക്ഷെ നമ്മൾ കണ്ടെത്തിയ വഴി ഏതാ? യേശുക്രിസ്തു എന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, പരമപരിശുദ്ധനാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. അങ്ങനെ ഒരുക്കപ്പെട്ട വഴിയിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്താമെന്ന് പഠിച്ച മനുഷ്യരാണ് നമ്മൾ. നമുക്കൊരു ബുദ്ധി ഉപദേശം ലഭിക്കുകയാണ്. അവരുടെ പഠനങ്ങളും കൂടി ഒന്ന് അന്വേഷിച്ച് പഠിക്കണമെന്ന്. അന്വേഷിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ കണ്ടെത്തിയത് കുന്നംകുളം ഭദ്രാസനവും മറ്റേ ഭദ്രാസനവും അങ്ങനെ എല്ലാ ഭദ്രാസനങ്ങളും പറയുന്നത് ഗുരുവായൂരപ്പൻ വഴിയും ഏറ്റുമാനൂരപ്പൻ വഴിയും ദൈവത്തിങ്കിലേക്ക് എത്താമെന്ന്. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ, പെന്തിക്കോസിന്റെ പിതാക്കന്മാരും ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരും ആദിമസഭയിലെ അപ്പോസ്തലന്മാരൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കണ്ടെത്തല, അവരാരും അങ്ങനെ കണ്ടെത്തുന്നില്ല. ഈ വലിയ ആഢ്യത്യം പറയുന്ന, അഭിമാനത്തോടെ സംസാരിക്കുന്ന ഈ വാത്സല്യ സഹോദരങ്ങൾക്ക് അവരുടെ ദൈവത്തെക്കുറിച്ച് കാര്യമാത്ര പ്രസക്തമായി കൃത്യതയോടുകൂടി പറയാനായിട്ട് സാധിക്കുന്നില്ല. അതേസമയം അവരെല്ലാം ചൊല്ലുന്ന കുർബാന, ആ തക്സ ഒരേ ഒരു തക്സായാണ്, ഒരേ ഒരു കുർബാന പുസ്തകമാണ്. അതിലെങ്ങനെയാണോ കുർബാന തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ച ആളുകൾ പുറത്തുപോയി അവർ മർത്തോമക്കാരെന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെടുന്നു. അവരങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയി. അതുപോട്ടെ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾ കാലങ്ങളായിട്ട് ഒരേ കുർബാന പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരേ രീതിയിൽ തന്നെ ചൊല്ലി പോകുന്നു. പണ്ട് കാലത്ത് ചൊല്ലിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് സുറിയാനിയിലായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. കാലാന്തരത്തിൽ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് വലിയ പുണ്യമൊന്നുമില്ല, ഒരു മനുഷ്യനും ഒന്നും മനസ്സിലാകുന്നില്ല. ആളുകളെല്ലാം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നിട്ട് തിരിച്ചു വീട്ടിൽ പോവുകയാണ്. നമ്മുടെ ആളുകളെയൊക്കെ ഈ കണ്ട പെന്തിക്കോസുകാരും അവരൊക്കെ ബ്രദറുകാരൊക്കെ കൊണ്ടുപോകും മലയാള ഭാഷ പറഞ്ഞ്. അതുകൊണ്ട് നമുക്കിതെല്ലാം മലയാളത്തിലേക്ക് മാറ്റിയേക്കാം എന്നുള്ള പ്ലാനിലാണ് കുർബാന മുതലെല്ലാം മലയാളത്തിലേക്ക് മാറ്റിയത്. അത് സുറിയാനി തന്നെ ഇപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തേനെ. സുറിയാനി തന്നെയാണ് ഞങ്ങൾ ചൊല്ലുള്ളൂ എന്ന് പറയുകയായിരുന്നെങ്കിൽ നമ്മൾ അത്യാവശ്യം നമുക്കറിയാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തേനെ. എടാ മോനെ, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷപ്പെടാൻ ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലാണ് പറ്റുകയുള്ളൂ. വിശ്വാസം മൂലമാണ് നീതീകരണം, കൃപയാലാണ് രക്ഷ, പ്രവൃത്തിയാലല്ല എന്നൊക്കെയുള്ള കാര്യം മലയാളത്തിൽ നമ്മൾ പറയില്ലേ? അപ്പോൾ ജനം അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പം മലയാളവും സുറിയാനിയും ഒക്കെ ആയിട്ടാണ് കറക്കിയിട്ടിരിക്കുന്നത്. എങ്കിലും അതിനിടയിൽ നിന്ന് നമ്മൾ നല്ല അസല് മലയാളം പറഞ്ഞ് നല്ല അസല് മലയാളം അതാതിടത്ത് പോയി തെക്കൻ കേരളത്തിലെ മലയാളം പറയണമെങ്കിൽ പറയും, സെൻട്രൽ കേരളയിലെ പറയും, മലബാറിലെ മലയാളം പറയും, എല്ലാ മലയാളവും പറയും. എങ്ങനെയാണെങ്കിൽ ഈ ആളുകളെ പാതാളത്തിൽ നിന്ന് നിത്യമായ സൗഭാഗ്യത്തിലേക്ക്, ആ പർദീസയുടെ അനുഭവത്തിലേക്ക്, ആ പുതിയ ഭൂമിയിലേക്ക്, വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരത്തിലേക്ക് ഒന്ന് എത്തിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഭാഷകളൊക്കെ ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിവേ, അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു കുർബാനക്രമത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് നിയമാവലികളെല്ലാം 934 ഭരണഘടനയാകട്ടെ മറ്റ് കാര്യങ്ങളാകട്ടെ അതെല്ലാം അവരെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. അവരുടെ ഇടയിലുള്ള മെത്രാന്മാരാകട്ടെ അച്ഛന്മാരാകട്ടെ അവർക്കെല്ലാം പല അഭിപ്രായങ്ങളുള്ളവരാണ്. അപ്പം തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ പെന്തിക്കോസുകാരുടെ ഇടയിലെ പാസ്റ്റർമാർക്കെല്ലാം ഒരേ അഭിപ്രായമാണെന്ന്? ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം അല്ലെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് നമ്മൾ സ്ഥാപിക്കും വേണമെങ്കിൽ. എഴുതപ്പെട്ട കുർബാന പുസ്തകത്തിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ. അത് ഞായറാഴ്ച വന്ന് ചൊല്ലേണ്ടതുപോലെ ചൊല്ലി തീർത്ത് പാട്ടിന് പോകും. അത് കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത്, അതായത് അടുത്ത കാലത്ത് വെച്ചാൽ ഒരു 4-5 വർഷം പുറകിലാണ്, എറണാകുളം ജില്ലയിലുള്ള ഒരു കാത്തലിക് പുരോഹിതൻ അദ്ദേഹം പറഞ്ഞു, യോഗയിലൂടെ ഒരുവന് ആത്മരക്ഷ പ്രാപിക്കാം. അദ്ദേഹം അതിൻ്റെ പഠനങ്ങളും ലേഖനങ്ങളൊക്കെ ആയിട്ട് വന്നു. ആത്മരക്ഷ പ്രാപിക്കാൻ യോഗ മതി, യോഗ ദൈവത്തിൻ്റെ ഒരു വരദാനമാണെന്നൊക്കെയുള്ള നിലയിലാണ് പുള്ളി തട്ടിവിട്ടത്. അതിനെ കാത്തലിക് സമൂഹത്തിൽ തന്നെയുള്ള ഒരു അച്ഛൻ നഖശികാന്തം എതിർത്തെന്ന് മാത്രമല്ല അടിച്ച് നിലംപരിശാക്കി കളഞ്ഞു. ഈ അച്ഛൻ്റെ ആശയത്തെ പുള്ളിക്കാരൻ നിലംപരിശാക്കി കളഞ്ഞു. പക്ഷേ
ഈ ആദ്യം പറഞ്ഞ പുള്ളിയുടെ ആശയമുണ്ടല്ലോ യോഗ, അതൊക്കെ ഏറ്റെടുക്കുന്ന ആൾക്കാർ അവരുടെ ഇടയിൽ ധാരാളം കാണുമായിരിക്കും. യോഗയിലൂടെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന മടയന്മാരായ ആളുകളും ഭൂരിപക്ഷെ ആ കൂട്ടത്തിലൊക്കെ കാണും. ഞാൻ പറഞ്ഞു വന്നത് എന്താ, ആ 2 അച്ഛന്മാരും ഞായറാഴ്ച കുർബാനയെല്ലാം പോവും. 2 പേരും യോഗയിലൂടെ ആത്മരക്ഷയുള്ള പുള്ളിയും, മറ്റേ പുള്ളി പറഞ്ഞാൽ അങ്ങനെയല്ല, യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ, ക്രൂശാണ് രക്ഷയ്ക്ക് ദൈവം ഒരുക്കിയ വ്യവസ്ഥ എന്നൊക്കെയാണ് രണ്ടാമത്തെ പ്രായമുള്ള അച്ഛൻ അതിന് ബദലായിട്ട് പറഞ്ഞത്. ഇവർ 2 പേരും കുർബാന എല്ലാനായിട്ട് പള്ളിയിൽ ചെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, എങ്ങോട്ടാ തിരിയണ്ടേ, അവർക്ക് സൗകര്യമുള്ളിടത്തേക്ക് തിരിഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങും, പാടി തുടങ്ങും. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. ഒരുമയില്ലെങ്കിലും അർപ്പിക്കാമെന്നേ. ബലി അർപ്പിക്കാൻ അതിന് മാത്രം ഒരുമയൊന്നും വേണ്ട, അതിപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അങ്ങനെ തന്നെയാണ് ഇവർ 2 പേരും ചൊല്ലുന്നത്. 2 പേരും ചൊല്ലുന്നത് അങ്ങനെയല്ലേ? 2 പേരും എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ആ മദ്ബഹായിലേക്ക് ഒരു കൈയും വെച്ചിട്ട് ഒരു കൈ ജനത്തിന് നേരെ തിരിച്ചുകൊണ്ട് എന്താ പറയുന്നത്? ബലഹീനനും പാപിയുമായി അടിയാന് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരും അവസാനിപ്പിക്കുന്നത്, 2 പേരും അവസാനിപ്പിക്കുന്നത്. പക്ഷെ 2 പേരുടെ ആശയം എങ്ങനെയാ? 2 പേരുടെ ആശയം എങ്ങനെയാ? ഒരാൾ യോഗയിലൂടെ ആത്മരക്ഷയുണ്ടെന്ന് പറയുന്നു, മറ്റേയാൾ എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിലൂടെയാണ് ആത്മരക്ഷ എന്നാ മറ്റേയാൾ പറയുന്നത്. ഒരാൾ യോഗയിലൂടെയാണെന്ന് പറയുമ്പോൾ മറ്റേയാൾ യേശു ക്രിസ്തുവിലൂടെയാണെന്ന് പറയുന്നു. അപ്പം 2 അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 2000 കൊല്ലത്തിൻ്റെ കഥ പറയുന്നവര് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ് 2 അഭിപ്രായം രക്ഷയ്ക്കുള്ള കാര്യത്തിലാണ്. അതേസമയം പെന്തക്കോസ്റ്റ് ലോകത്തേക്ക് വരുമ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ, അതായത് പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബൈബിളുമായിട്ട് നടക്കുന്നവരെല്ലാം പെന്തക്കോസ്റ്റുകാരല്ല കേട്ടോ. യഹോവ സാക്ഷിക്കാരുടെ കയ്യിൽ പോലും ബൈബിളുണ്ട്, അവർ ക്രിസ്ത്യാനികൾ പോലുമല്ല. അവരെ ഒന്നും ഈ കൂട്ടത്തിൽ കൂട്ടരുത്. അല്ലാതെ പറഞ്ഞാൽ പെന്തക്കോസ്റ്റുകാരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശല്ലാതെ വേറെ വഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ ബലിമരണം മൂലമല്ലാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ആ രക്ഷ വിശ്വാസത്താലാണ് കരസ്ഥമാക്കേണ്ടത്, പ്രവൃത്തിയാലല്ല. യാതൊരു പ്രവൃത്തികളും അതിന് കാരണമല്ല. സ്നാനം കൊണ്ടല്ല ഒരുവനെ രക്ഷിക്കുന്നത്, അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്, അഥവാ മാമോദീസയ്ക്ക് ഏൽപ്പിക്കപ്പെടേണ്ടത്. ഇതൊക്കെയാണ് പ്രൈമറി ആയ ബോധ്യം. അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരി ആശയഭിന്നതകളുണ്ട് അല്ലേ? പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ പല കാര്യത്തിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട്, വിഭിന്നങ്ങളായ ചിന്താധാരകളുണ്ട്. അത് എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രക്ഷയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നമേ പറഞ്ഞു. പെന്തക്കോസ്റ്റ് ലോകത്ത് വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവായ ദൈവം തന്നെയാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. വീണ്ടെടുപ്പിന് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പുത്രന്റെ ബലിമരണത്തിലൂടെയാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുക്കപ്പെട്ടവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. അവർ പരിശുദ്ധാത്മ നിറവിലേക്ക് വരണം. 2000 കൊല്ലത്തിൻ്റെ ചരിത്രം പറയുന്ന എൻ്റെ ബഹുമാനരായ സ്നേഹിതരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട കനത്ത വെളിപ്പാടുകൾ എന്ന് പറയുന്നത്, അതായത് മാളികമുറിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, മാളികമുറിയിൽ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അങ്ങനെ നിറയപ്പെട്ട അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസിന്റെ പ്രസംഗത്തിൽ അവിടെ ഓടിക്കൂടിയ ആളുകളിൽ ഒരു 3000 പേര് രക്ഷയിലേക്ക് വന്നു. അവർക്ക് ബുദ്ധിയുപദേശം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇതാണ് അതിൻ്റെ റൂട്ട്, മനസാന്തരപ്പെട്ട് പുനരുത്ഥാനത്തിൽ ദൈവരാജ്യ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽക്കണം. അങ്ങനെ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ച നിങ്ങളുടെ മേൽ വാഗ്ദത്തം പോലെ പരിശുദ്ധാത്മാവിനെ ചൊരിയും, പരിശുദ്ധാത്മാവിനെ പകരും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ അങ്ങനെ സമന്വയുക്തിയുള്ളവരായ ഞങ്ങൾ ചിന്തിച്ചു, അവിടെ കൂടിയിരിക്കുന്ന 120 പേരും അപ്പോസ്തലന്മാരും അവരുടെ മേൽ ആരും എണ്ണ പൂശിയതായിട്ട് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നില്ല. അതായത് മൂറോൻ, അവരുടെ മേൽ ആരുടെ മേലും മൂറോൻ പൂശിയിട്ടില്ല. അതേസമയം അവിടെ ഓടിക്കൂടിയ ആളുകളോ അവരുടെ മേലും എണ്ണ പൂശിയിട്ടില്ല. അവിടെ ആരുടെ മേൽ എണ്ണ പൂശിയില്ല. അല്ലാതെ തന്നെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ എന്തു വന്നു? ആത്മാവ് വന്നു. അതിൻ്റെ ഉറപ്പിന് വേണ്ടി പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ പത്രോസ് കൊർന്നലിയോസിന്റെ വീട്ടിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ മേല് പത്രോസ് എണ്ണക്കുപ്പി ഇങ്ങനെ തെറിപ്പിച്ചു, അടപ്പ് തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു. കൊർന്നലിയോസിന്റെ മേലും പെമ്പിളയുടെ മേലും മക്കളുടെ മേലും തൊണ്ടക്കാരുടെ മേലെല്ലാം എണ്ണ ഇങ്ങനെ തെറിപ്പിച്ചു. അന്തിയൊക്കെയൊന്നും കൊണ്ടുവന്ന എണ്ണ. അങ്ങനെയാണോ?
ഈ പുസ്തകം വായിച്ചാൽ പോരെ. അതാ പറഞ്ഞ് ദൈവത്തിൻ്റെ മഹാകൃപയാൽ സാമാന്യമായൊരു യുക്തി ദൈവം തന്നതുകൊണ്ട് വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് അവരുടെ കാര്യപരിപാടി പഠിക്കണമെന്നാണ് പറഞ്ഞത്. പഠിച്ചപ്പോൾ എനിക്ക് തമാശ എന്നല്ല, ലോക തമാശ എന്നാണ് തോന്നുന്നത്. മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് നിങ്ങൾ പറയുന്ന ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഞങ്ങൾ വായിക്കുന്ന പുസ്തകത്തിൽ മാളികമുറിയിൽ കൂടിയിരിക്കുന്ന 120 പേരുടെ മേൽ പരിശുദ്ധ റൂഹ ആവസിച്ചു. അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മന്ദിരമാക്കി. അവരായിരിക്കുന്ന ഈ മാളികമുറിക്ക് കുറച്ചപ്പുറം യെരുശലേം ദേവാലയം നിൽപ്പുണ്ട്. ആ യെരുശലേം ദേവാലയം കാലങ്ങളായിട്ട് വലുവനായ ദൈവത്തിൻ്റെ ദൈവാലയമാണ്. ശലോമോനാൽ പണി കഴിപ്പിക്കപ്പെട്ടതാണ്. അതിനെയാണ് ദൈവാലയം എന്ന് വിളിക്കുന്നത്. അതേസമയം ചുറ്റുപാടുമുള്ള ദേശങ്ങളിലെല്ലാം സിനഗോഗുകളുണ്ട്. യെരുശലേമിൽ ദൈവാലയം ഇരിപ്പുണ്ട്. ബത്ലഹേമിൽ സിനഗോഗ് കാണും. ഗലീല പ്രൊവിൻസിൽ എല്ലായിടത്തും സിനഗോഗുകളുണ്ട്. അവർക്ക് ഒരുമിച്ച് കൂടുവാനും സങ്കീർത്തനങ്ങൾ പാടുവാനും അതുപോലെ തിരുവെഴുത്തുകൾ വായിക്കുവാനും യെശയ്യാവിൻ്റെ ചുരുളൊക്കെ തുറക്കണ്ടേ, അതിനൊക്കെ വേണ്ടി സിനഗോഗുകൾ അവിടെയുണ്ട്. പക്ഷെ ഒരൊറ്റ ദൈവാലയമേ ഉള്ളൂ, അത് യെരുശലേം ദൈവാലയമാണ്. ആ യെരുശലേം ദൈവാലയം അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ 120 പേരും ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ദൈവാലയമായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ വെളിപ്പാടാണ്. ബുൾഡോസർ വന്നാൽ പോലും ഞങ്ങൾ ഇളകില്ല ഈ വിഷയത്തിൽ. ബുൾഡോസർ വന്ന് കയറി ഇറങ്ങി പോകുമെന്ന് പറഞ്ഞാൽ പോലും ഇതിലെങ്ങനെ ഇളകാനാ? ഇത് ഞങ്ങളുടെ തിരിച്ചറിവാണ്. അതുവരെ അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ടെമ്പിളുകളിൽ വാസം ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ് യെരുശലേം ദേവാലയം. ഇപ്പോൾ കണ്ണെത്താ ദൂരത്ത് യെരുശലേം ദേവാലയം ഇരിപ്പുണ്ടെന്നേ. ഈ മാളികമുറിയുടെ കിളിവാതിൽ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും യെരുശലേം ദേവാലയം. പന്തിരുവരും കൂടെയുള്ള 120 പേരുണ്ടല്ലോ, അവര് ആ കിളിവാതിലൊന്ന് തുറന്നിട്ട് വെളിയിലേക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ യെരുശലേമിലെ ദൈവാലയം. ആ ദൈവാലയത്തിൻ്റെ മുൻപിൽ ഇത് ഇച്ചിരി ഉയർന്ന ഒരു പ്രദേശത്ത് നിന്ന് നോക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ കാണാം അതിൻ്റെ വെളിയിൽ പ്രാകാരത്തിൽ യാഗപീഠം ഇരിക്കുന്നു. അവിടെ പുരോഹിതന്മാർ യാഗം അർപ്പിക്കാനായിട്ട് ഉത്സാഹിക്കുന്നു, ആടിനെ ഇറക്കാൻ. അപ്പോൾ പത്രോസ് യോഹന്നാൻ്റെ നേരെ നോക്കുമ്പോൾ യോഹന്നാൻ ചിരിക്കുന്നു. അതെന്തിനാ? അവരാടിനെ ഇറക്കുന്ന കണ്ടിട്ടാണ് ചിരിക്കുന്നത്. കാരണം എന്താ? ദൈവകുഞ്ഞാട് അറുക്കപ്പെട്ടു, ഇനി നിന്റെ ആട് വേസ്റ്റാണ്, വെറുതെ ആടിനെ ഇറക്കാം, അതിൻ്റെ രക്തം ഊറ്റാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വിമോചന രക്തം ഊറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതാ പത്രോസും യോഹന്നാനും മുഖത്തോട് മുഖം നോക്കി പറയാതെ പറഞ്ഞത്. അതായത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇവിടെ കൂടിയിരിക്കുന്ന ഈ 120 പേര്. ഇതൊന്നും തിരിച്ചറിയാത്ത ആളുകളാണ് കൂടാര പെരുന്നാളിന് വന്ന് അവിടെ വട്ടം കറങ്ങി നടക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ആത്മനിറവിൻ്റെ ആരാധനയും ആ ശബ്ദഘോഷമൊക്കെ കേട്ട് ഈ ജനമെല്ലാം അവിടെ നിന്ന് ഓടിക്കൂടി ആളുകളോട് കാര്യം പറഞ്ഞു കൊടുത്തു. ഈ നിലയിലേക്ക് വരണമോ? യെരുശലേം ദേവാലയത്തിലെ കാര്യപരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു ബ്രദേഴ്സ്, എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി യെരുശലേം ദേവാലയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി കൂടാര പെരുന്നാൾ ആഘോഷിക്കാൻ വരണ്ട, ഇനി പെസഹ പെരുന്നാളിന് വരണ്ട. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാടുകളാണ്, കനത്ത വെളിപ്പാടുകളാണ് വന്നവരോട് പറഞ്ഞു കൊടുത്തത്. ആ വന്നവരെല്ലാം അത് സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 3000-ഓളം പേരത് സ്വീകരിച്ചു. ഏതാണ്ട് ഒരു 3000-ഓളം പേരത് സ്വീകരിച്ചു. ആ സ്വീകരിച്ചവരുടെ മേല്, ആ വചനം കേട്ടവരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നെന്നാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നെന്ന്. അവിടെ എങ്ങും ആരും എണ്ണയായിട്ട് പോയില്ല. ഇത് കാലങ്ങളായിട്ട് ഞങ്ങൾ പറയാൻ പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളത് കേൾക്കാനോ ഉത്സാഹിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഈ വിഷയത്തിൽ. ഇത് വലിയ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ഈ മൂറോൻ പൂശിയത് ആരാണ്? അങ്ങനെ മൂറോൻ പൂശണമെങ്കിലുള്ള എണ്ണ എവിടെ നിന്ന് കിട്ടി? ഈ കടന്നു വന്ന 3000 പേരുടെ മേൽ ഈ മൂറോൻ പൂശണമെങ്കിൽ ഹന്നാസിനോടും കയ്യഫാവിനോടും കടം മേടിച്ച എണ്ണയാണോ പത്രോസിൻ്റെ കയ്യിലുള്ളത്? അത് പത്രോസ്, യോഹന്നാനും യാക്കോവും ശേഷം 11 പേരും കൂടി മൂറോൻ ഉണ്ടാക്കിയോ? അതിനിടയിൽ ഇതിനൊക്കെ മറുപടി തരേണ്ടതാണ്. 2000 കൊല്ലത്തിൻ്റെ ചരിത്രമുള്ളവർ മറുപടി തരേണ്ടതാണ്. ഞങ്ങൾ ഇന്നലെ വന്നാന്ന് പറഞ്ഞല്ലോ, ഓക്കെ, വിരോധമില്ല. പക്ഷെ ഞങ്ങളുടെ ബോധ്യം നോക്കിയേ. ഏതൊരുവന്റെ മുമ്പിലും അവതരിപ്പിക്കാവുന്ന ബോധ്യമല്ലേ ഇത്? ഏത് കോടതിയുടെ മുമ്പാകെ വേണേലും അവതരിപ്പിക്കാവുന്ന വെളിപ്പാടാണ് ഞങ്ങളീ പറയുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ മാത്രമല്ല, അങ്ങ് ഹേഗിലെ ലോക കോടതിയുടെ മുമ്പാകെ പോലും അവതരിപ്പിക്കാം. അവിടുത്തെ ജഡ്ജിമാർ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും. എടാ മോനെ പെന്തിക്കോസുകാരാ, തിരക്കേടില്ലല്ലോ നീ പറയുന്നത്. അതേസമയം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന കാര്യങ്ങൾക്ക് ആ ജഡ്ജി ഓടിക്കും നിങ്ങളെ. നിങ്ങൾ ഈ എണ്ണ പൂച്ചുന്നത്, ഈ മൂറ പൂച്ചുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കില്ലേ? കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? നിങ്ങളിത് എപ്പോഴാണ് ഈ എണ്ണ ഉണ്ടാക്കിയെന്ന് ചോദിക്കില്ലേ? നിങ്ങൾ എപ്പോഴാണ് അത് കടം മേടിച്ചതാണോ? അതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഓക്കെ, പറഞ്ഞു വരുന്നത്. അപ്പോൾ
എന്നോട് ഓർത്തഡോക്സി എന്താണെന്നൊക്കെ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സൂചനയാണ് പറയുന്നത്. അതായത് സത്യദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം പോരാ പോരാ പോരാ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമെന്നും നിക്കിയ സുന്നകദോസെന്നും അങ്ങനെ കുറേ പിതാക്കന്മാരെന്നും അപ്പോസ്തലിക പിതാക്കന്മാരെന്നും സഭാപിതാക്കന്മാരെന്നും നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ പറയുന്നതല്ലാതെ ഒരു സമൂഹം എന്ന നിലയിൽ കെട്ടുറപ്പോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അയ്യയ്യേ, നാണക്കേട്, മഹാനാണക്കേട്. 10 പേര് പറയും പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവമാണ്, അടുത്ത 10 പേര് പറയും യഹോവയാന്ന്, അടുത്ത 10 പേര് പറയും അത്യുന്നതനായ ദൈവമാണെന്ന്. എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റി ഉറപ്പിക്ക്, എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പിക്ക്. അതേസമയം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാനത് നേരത്തെ തെളിയിച്ചതാ. പെന്തക്കോസ്തർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭായോഗമാകട്ടെ മറ്റു യോഗങ്ങളാകട്ടെ എന്തും ആകട്ടെ, ഞങ്ങളുടെ ഗ്യാതറിങ് അത് പൂർത്തീകരിച്ച് അവസാനിപ്പിച്ച് ആശീർവാദത്തോടെ മടങ്ങുമ്പോൾ പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പറഞ്ഞ് ആശീർവാദത്തോടെ അല്ലാതെ ആരെയും വിടാറില്ല. അല്ലാതെ വെറും കയ്യാലെ ആരെയും വിടാറില്ല, ആശീർവാദത്തോടെ തന്നെയാണ് വിടുന്നത്. പിന്നീട് ഞങ്ങളുടെ വിവാഹങ്ങളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അവിടെയെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ് വിവാഹം നടത്തുന്നത്. ഇടയ്ക്ക് അച്ഛനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏതോ ഒരു കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണല്ലോ കല്യാണം നടത്തിയെന്നൊക്കെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കല്യാണം നടത്തിയ ഗ്രൂപ്പ്, അവരെ സംബന്ധിച്ച് അവർ ജീസസ് ഒള്ളി എന്നുള്ളൊരു ഗ്രൂപ്പാണ്, യേശുനാമക്കാരാണ്. അത് തിരിച്ചറിയാതെ ഞങ്ങളുടെ ഇടയിലുള്ള ആരോ അങ്ങനെ ഒരു ഫെലോഷിപ്പിന്, അങ്ങനെ ഒരു സംബന്ധത്തിന്, അങ്ങനെ ഒരു ബാന്ധവത്തിന് ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു അനിഷ്ട സംഭവമാണ് അത്. ചരിത്രത്തിൽ 1 2 ഒക്കെയാണ് അങ്ങനെ കാണുന്നുള്ളൂ. കോടാനുകോടി കല്യാണങ്ങൾ അങ്ങനെയൊന്നുമില്ല. ചരിത്രത്തിൽ 1 2 ഇൻസിഡൻസ് ആണ്. ആ സംഭവം ഉണ്ടായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടവർ അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ നിജസ്ഥിതിയും ഒക്കെ അറിയിച്ചതാണ് ആ കാലത്ത്. അത് കുറേ കാലം മുമ്പുള്ള കാര്യമാണ്. അത് തുടർമാനമായി അങ്ങനെ നടക്കുന്നില്ല. അതേസമയം നിങ്ങൾ കല്യാണവും കാര്യങ്ങളും മാമോദീസയ്ക്കൊക്കെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ പറയുമ്പോൾ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദേഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒരു കൃത്യത ആ കാര്യത്തിൽ കാണുന്നില്ല. അതുപോലെ ഇപ്പം ഞാൻ മൂറോൻ്റെ കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം ഇവിടെ പറയാം. ഒരു കാര്യമുണ്ട്. എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയി ഞാൻ പുറപ്പാട് പുസ്തകം പഠിക്കാൻ പരിശ്രമിച്ചൊരു മനുഷ്യനാണ്. അച്ഛൻ്റെ ചോദ്യത്തിന് മുമ്പിലൊന്നുമല്ല, കാലങ്ങളായി പുറപ്പാട് പുസ്തകം അതുമായി ബന്ധപ്പെട്ട മറ്റ് മോശയുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ ഉത്സാഹിക്കുന്ന ഒരാളാണ്. ആ പഠനത്തിൽ നിന്നാണ് ഞങ്ങൾ ഏതാണ്ട് ഒരു 1 1/2 2 കൊല്ലോ മറ്റോ സമാഗമന കൂടാതെ ടാബർനാക്കിൾ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പ്രസംഗിച്ചതും ധ്യാനിച്ചതും ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ചതും. അപ്പോൾ ആ പഠനത്തിലേക്ക് വരുമ്പോൾ അത് പുറപ്പാട് ദിവസം 25-ാം അധ്യായം മുതലാണല്ലോ വരുന്നത്. അതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 28 29 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ പറയപ്പെടുന്ന സമാഗമന കൂടാരം അഥവാ തിരുനിവാസം എന്ന ദൈവത്തിൻ്റെ നിവാസം, അതിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതന്മാരും മഹാപുരോഹിതനുമുണ്ട്. മഹാപുരോഹിതന്മാരുമുണ്ട്. അവർ ധരിക്കേണ്ട ഡ്രസ് കോഡ് അത് ഈ പറഞ്ഞ അധ്യായങ്ങളിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന യെരുശലേം ദേവാലയമുണ്ട്. ആ യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കാകട്ടെ അല്ലെങ്കിൽ ഇതിലെ ശുശ്രൂഷയ്ക്കാകട്ടെ അവർ ധരിക്കേണ്ട ഡ്രസ്സുണ്ട്, ഡ്രസ് കോഡ്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ വ്യക്തമായി വിശദമായി പഠിച്ചവരാണ് ഞങ്ങൾ. വ്യക്തമായി പഠിച്ചവരാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പുരോഹിതന്മാർ വരുമ്പോൾ അവർ വിശേഷപ്പെട്ട വസ്ത്രം ധരിക്കുന്നുണ്ട്. വിശേഷപ്പെട്ട പൗരോഹിത്യ വസ്ത്രം ധരിക്കുന്നുണ്ട്. മഹാപുരോഹിതൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. അതിൽ നീലനൂല്, ചുവപ്പ് നൂല്, ധൂമ്രനൂല്, പിരിച്ച പഞ്ഞിനൂല്, വെളുത്ത പഞ്ഞിനൂൽ, അങ്ങനെ 4 കളറിലുള്ള നൂലുകളാലാണ് ഈ പൗരോഹിത്യ വസ്ത്രം തുന്നുന്നത്. അങ്ങനെ 4 കളറിലുള്ള നൂലുകളാലാണ് ഈ പൗരോഹിത്യ വസ്ത്രം തുന്നുന്നത്. മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൽ അതിനോട് ചേർന്ന് സ്വർണ്ണ നൂലുകൾ, അതായത് തങ്കത്തിൻ്റെ നൂലുകളും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. തങ്കത്തിൻ്റെ പണികളുണ്ട്. തങ്കത്തിൻ്റെ പണി നമ്മൾ കണ്ടിട്ടില്ലേ, പൊൻ കസവ് എന്നൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള കാര്യം തങ്കത്തിൻ്റെ അഥവാ പൊന്നിൻ്റെ പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള നൂല് ഈ പൗരോഹിത്യ വസ്ത്രത്തിനകത്ത് അതും വരുന്നുണ്ട്. അപ്പോൾ 4 കളറിലുള്ള നൂലും പ്ലസ് ഈ സ്വർണ്ണ നൂലും ഇതൊക്കെ ചേർത്തിട്ടാണ് പൗരോഹിത്യ വസ്ത്രം തുന്നുന്നത്. അതിൽ വളരെ കൃത്യതയോടുകൂടി ഈ 4 കളറിലുള്ള നൂലുകൾ പറയുന്നുണ്ട്. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂലെന്ന്. അതിന് പകരം പച്ച നൂലെന്നും പറയുന്നില്ല, കറുത്ത നൂലെന്നൊന്നും പറയുന്നില്ല. ആ പറയുന്നത് ഏത് കളറിലുള്ള നൂലാണോ അത് അങ്ങനെ തന്നെ മോശ കൊണ്ടുവന്ന് പൗരോഹിത്യ വസ്ത്രം തുന്നിയെന്നാണ് പറയുന്നത്. പൗരോഹിത്യ വസ്ത്രം പഴയ നിയമത്തിലെ കാര്യമാണല്ലോ. പഴയ നിയമത്തിലെ കാര്യമാണ്. ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. അപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിന് ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡിൽ ഇന്ന കളറിലുള്ള നൂലുകളാലാണ് പൗരോഹിത്യ വസ്ത്രം തുന്നേണ്ടത്.
അതുപോലെ പുരോഹിതൻ്റെ തലയിൽ എന്താ ഒരു ടർബൻ അഥവാ ഒരു തൊപ്പി വയ്ക്കുന്നുണ്ട്. മുടി എന്ന് മലയാളത്തിൽ വായിക്കും. തലയിലൊരു മുടി വയ്ക്കുന്നുണ്ട്. അത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയാണ്. അതുപോലെ പുരോഹിതൻ്റെ നെറ്റിമേൽ യഹോവയ്ക്ക് വിശുദ്ധൻ എന്ന നെറ്റിപ്പട്ടം, അതായത് ഒരു ഗോൾഡ് പ്ലേറ്റ് വെക്കുന്നുണ്ട്. അതിൽ ആ ഗോൾഡ് പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് വിശുദ്ധൻ എന്നാണ്. ഈ മഹാപുരോഹിതൻ യഹോവയ്ക്ക് വിശുദ്ധൻ എന്നുള്ളതാണ്. ആ നെറ്റിപ്പട്ടം ഇല്ലാതെ യഹോവയുടെ സന്നിധിയിലേക്ക് ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് പുതിയ നിയമ വ്യാഖ്യാനങ്ങളുണ്ട്. എനിവേ, ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പഠിക്കുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ടെത്തലുകളൊക്കെ വിസ്മയകരമായ കാര്യങ്ങളാണ്. അതെല്ലാം പുതിയ നിയമ പൗരോഹിത്യവുമായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾ ധ്യാനിക്കാറുണ്ട്. അങ്ങനെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത ഞങ്ങൾ നിങ്ങളുടെ ഓർത്തഡോക്സിയിലേക്ക് ടോർച്ചടിച്ച് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യം, നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ വളരെ തോന്നിവാസങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ നീളക്കുപ്പായ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എഴുതിയ ലേഖനം, അത് യാക്കോബായ സുറിയാനി എന്ന് പറയുന്ന എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ അപമാനിക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കാൻ പാകത്തിനോ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുതിയ ഒരു ലേഖനം എൻ്റെ പക്കലുണ്ടായിരുന്നു. ആ ലേഖനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു വരികയാണ്. നിങ്ങളുടെ ഇടയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു സൈറ്റിലാണ് അത് വന്നിരിക്കുന്നത്. ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. അത് വ്യക്തമായൊരു പഠനമായിരുന്നു. കാലക്രമത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി മലന്ന് കടന്ന് തുപ്പുകയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ ലിങ്കിൻ്റെ കണ്ടന്റ് നിങ്ങൾ ഹൈഡ് ചെയ്തു വെച്ചു. പക്ഷേ ഞങ്ങളെല്ലാം അത് വായിച്ചു. എന്നാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമോശം വന്നു, അതൊന്ന് ഡൗൺലോഡ് ചെയ്യാനെന്ന് തോന്നിയില്ല. കാരണം നിങ്ങൾ വിശ്വസ്തരല്ലേ, നിങ്ങൾ ഹൈഡ് ചെയ്യില്ലെന്ന് വിചാരിച്ചു. നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇനിയാണല്ലോ ഒന്ന് തുറന്നു വിടാം. യാക്കോബായക്കാർക്ക് കൊടുത്ത മറുപടിയാണത്. അതിൽ നിങ്ങൾ പറഞ്ഞു, ഈ മെത്രാന്മാരുടെ ഈ പൗരോഹിത്യ വസ്ത്രം എന്ന് പറയുന്നത് ഗ്രീക്ക് പുരോഹിതന്മാരുടെ പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടല്ല ഈ പൗരോഹിത്യ വസ്ത്രങ്ങൾ, അതിൻ്റെ കളർ കോഡുകൾ എന്നൊക്കെയാണ് ആ മെത്രാനോ ഉത്തരവാദിത്തപ്പെട്ട ആളോ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പൗരോഹിത്യ വസ്ത്രവും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ എഴുതി വെച്ച കാര്യം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിസ്മയിച്ചു പോയി. അത് ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ഡ്രസ് കോഡുകളല്ല. ഞങ്ങൾ ബൈനോക്കുലർ വെച്ച് വരെ പരിശോധിച്ച് നോക്കി. നിങ്ങളുടെ മേൽപ്പട്ടക്കാരെ, പാത്രിയാർക്കീസിനെ മുതൽ, കാതോലിക്കയെ മുതൽ, ഭദ്രാസന മെത്രാപ്പോലിത്ത മുതൽ, ലോക്കൽ അച്ഛനെ മുതൽ എല്ലാവരെയും നോക്കി. എന്നിട്ട് ഞങ്ങൾ പുറപ്പാട് ദിവസം മറിച്ചു നോക്കി. 28-29 അധ്യായങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ 4 കളറിലുള്ള നൂലും കാണുന്നില്ല, 1 കളറിലുള്ള നൂലും കാണുന്നില്ല. അവിടെ എങ്ങും കറുത്ത കളറിലുള്ള നൂലിനെ കുറിച്ച് പറയുന്നില്ല. വെളുത്ത നൂലിനെ കുറിച്ച് പറയുന്നുണ്ട്, വെളുത്ത കുപ്പായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യാഗം അർപ്പിക്കാൻ നേരത്ത് പുരോഹിതൻ വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം, ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും വൈറ്റ് ആയിരിക്കണം, അത് പറയുന്നുണ്ട്. പക്ഷേ ഈ കറുത്ത കുപ്പായിട്ട് വരുവാനായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ എങ്ങുമില്ല, ലേവ്യ പുസ്തകത്തിൽ എങ്ങുമില്ല. പിന്നെ ഇനി പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. അങ്ങനെ ഞങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒടുവിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, അതെല്ലാം എഴുതാൻ നോക്കിയാൽ ഒത്തിരി പുസ്തകങ്ങൾ വേണം. അപ്പോൾ കറുത്ത കുപ്പായം തയ്ക്കാനുള്ള ആ ഓർഡറും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ കറുത്ത കുപ്പായം തയ്ക്കേണ്ട വിധങ്ങളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അത് വേറെ ഏതോ പുസ്തകത്തിലായിരുന്നു. അതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്താൻ സമയം കിട്ടാതെ പോയതുകൊണ്ട് രേഖപ്പെടുത്താതെ പോയതാണ്. പിന്നെ അതെല്ലാം സഭാപിതാക്കന്മാരോടും അപ്പോസ്തലിക പിതാക്കന്മാരോടും ഒക്കെയാണ് കറുത്ത കുപ്പായവും കറുത്ത തൊപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞതെന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സ്വയം ചിന്തിച്ചപ്പോൾ, സ്വയം മടയന്മാരാകേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ആ ഓർത്തഡോക്സിയൊക്കെ ലോക പരാജയമാണ്, വിഡിത്തത്തിൻ്റെ അങ്ങേറ്റത്തെ വിഡിത്തമാണ്. നമുക്ക് ആവശ്യത്തിന് പൗരോഹിത്യത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലുണ്ട്. അവിടെ ലേവ്യ പൗരോഹിത്യത്തിൽ അക്ഷരീയമായി കൊടുത്ത കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ പുത്രന്മാരായ ഞങ്ങൾക്ക് പൗരോഹിത്യവും പൗരോഹിത്യ വസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പരിശുദ്ധ റൂഹ ആത്മാവിൽ വെളിപ്പെടുത്തി തന്നു. ആത്മാവിലെല്ലാം വെളിപ്പെടുത്തി തന്നു. അതിൽ രസകരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മലയാളക്കരയിലെ ഓർത്തഡോക്സികളെല്ലാം പുരോഹിതന്മാർ അവരുടെ തലയിൽ കറുത്ത തൊപ്പി വയ്ക്കാറുണ്ട്. മേൽപ്പട്ടക്കാർ കുറച്ചുകൂടെ വിശേഷപ്പെട്ട തൊപ്പി വയ്ക്കാറുണ്ട്. ശുശ്രൂഷകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ ഇതേ ഓർത്തഡോക്സ് പാരമ്പര്യം പുലർത്തുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളുണ്ട്. അതുപോലെ റഷ്യ ഉണ്ട്.
അതുപോലെ മധ്യപൂർവേഷ്യയിലെ പല ഭാഗങ്ങളും ഒക്കെയുണ്ട്. ഇവരൊക്കെ ചിലർ തൊപ്പി വയ്ക്കും, ചിലർ തൊപ്പി വയ്ക്കില്ല. ചിലരുടെ തൊപ്പി വെളുത്താണ്, ചിലരുടെ തൊപ്പി കറുത്തതാണ്, ചിലരുടെ നീലയാണ്, ചിലരുടേത് ബ്രൗണാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള തൊപ്പികളാണ്. പിന്നെയും ഞങ്ങൾ മാമോദീസായിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ വളരെ ഗൗരവമായിട്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് സീരിയസ് ആയിട്ടാണ് 7 തുള്ളിയോ 8 തുള്ളിയോ ഒക്കെ മൂറോൻ ആ വെള്ളത്തിലേക്ക് തളിക്കുന്നതും, പിന്നെ നിങ്ങൾ സുറിയാനിയിലും മലയാളത്തിലും ഒക്കെ ആ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂറോനും വെള്ളമൊക്കെ ചേർത്ത് ആ കുഞ്ഞിന് മേൽ തളിക്കുന്നതും, റൂഷ്മ വരച്ച് കുഞ്ഞിനെ പറഞ്ഞു വിടുന്നതും, പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആരുടെയും കൈ കൊടുക്കരുത്, കുഞ്ഞിനെ കൊണ്ടുപോയി കാണുന്ന തോട്ടിലും പുഴയിലൊന്നും കൊണ്ടുപോയി കുളിപ്പിക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് നിങ്ങൾ എത്ര സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ജോർജിയയിലേക്ക് പോയി, അവിടെ ഓർത്തഡോക്സ് ഉണ്ടല്ലോ. ഞങ്ങൾ റുമേനിയയിലേക്ക് പോയി, ഞങ്ങൾ പിന്നെ അങ്ങനെ അസർബൈജാനിലേക്ക് പോയി, അങ്ങനെ പോകാവുന്നിടത്തൊക്കെ പോയി. അവിടെയൊക്കെ പോയപ്പോൾ നിങ്ങൾ മാമോദീസായിൽ കുഞ്ഞുങ്ങളുടെ തല ഇങ്ങനെ വെള്ളത്തിൽ കുത്തും, പിന്നെ തിരിച്ചു കുത്തും, ഈ കോഴീനെയൊക്കെ മുക്കുന്ന പോലെ കൊച്ചിൻ്റെ കാല് കുത്തും. വേറെ ചില രാജ്യങ്ങളിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഈ പപ്പടമൊക്കെ നമ്മുടെ സഹോദരിമാരെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ കുത്തി പൊക്കിയെടുക്കും. അതുപോലെ ഈ കൊച്ചിനെ ഇങ്ങനെ വെള്ളത്തിനകത്തിട്ട് ഇങ്ങനെ കുത്തി പൊക്കിയെടുത്തു. അങ്ങനെ പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ഒരു ഏകീകൃത സ്വഭാവം നിങ്ങൾക്ക് മാമോദീസായിലില്ല, പൗരോഹിത്യത്തിലില്ല, പൗരോഹിത്യ വസ്ത്രത്തിലില്ല. അങ്ങനെ ഞങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ സഹോദരങ്ങളെ. ഞാൻ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് മാമോദീസായുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇതിലൊന്നും നിങ്ങൾക്കൊരു ഏകീകൃത സ്വഭാവമില്ല. 2000 വർഷമായിട്ട് നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മലയാളക്കരയിൽ നിങ്ങൾ വളരെ അച്ചടക്കത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ വെളിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പല രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം കയ്യിൽ പല ബൈബിളുണ്ടോ, പല നിക്കിയ വിശ്വാസ പ്രമാണമുണ്ടോ, പല എഫേസോസ് സുന്നകദോസം ഉണ്ടോ, അങ്ങനെ പല സുന്നകദോസുകളുണ്ടോ? അങ്ങനെ പല രീതിയിലാണോ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്? എല്ലായിടത്തും ഒരേ കാര്യങ്ങൾ ഒരേ രീതിയിലല്ലേ എല്ലാവരും ധരിച്ചത്? ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓർത്തഡോക്സ് വിശ്വാസം പേറുന്നവരെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരേ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയല്ലേ. എന്നിട്ട് പിന്നെ ഈ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സും അതുപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സും തമ്മിൽ ആശയപരമായി ചില വ്യത്യാസങ്ങളുണ്ട്. അത് വിട്ടേക്കാം. ഈ പൗരസ്ത്യ ഓർത്തഡോക്സുകാരുടെ കാര്യത്തിൽ അവരെ എല്ലാ കാര്യത്തിലും ഒരുപോലെ ഇരിക്കണ്ടേ? ഓറിയന്റൽ ഓർത്തഡോക്സുകാർ ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ അന്തം വിടുമായിരിക്കുക, അതെന്നാ ഓർത്തഡോക്സാന്നൊക്കെ ചോദിച്ച്. അങ്ങനെയൊക്കെ ഉണ്ട് സഹോദരങ്ങളെ. അത് 2 പിരിവാണ്. ഒന്ന് ഓറിയന്റൽ ഓർത്തഡോക്സ്, ഒന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് അഥവാ പൗരസ്ത്യ ഓർത്തഡോക്സ്. നമ്മുടെ യാക്കോബക്കാരൊക്കെ ഓറിയന്റൽ ഓർത്തഡോക്സുകാരാണ്. മറ്റേ IOC-ക്കാർ, അതായത് ദേവലോകം, കോട്ടയം ദേവലോകം, അവർ പൗരസ്ത്യ ഓർത്തഡോക്സ് ആണ് അഥവാ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണ്. അവർ ചില കാര്യങ്ങളിലൊക്കെ ഒത്തിരിയില്ല, ചില മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അവരുടെ ഇടയിലുണ്ട്, അത്രമാത്രം. എനിവേ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാ? നമ്മളുടെ അന്വേഷണത്തിലും പഠനത്തിലും ലോക തമാശയായിട്ടാണ് ഫീൽ ചെയ്തത് മൊത്തത്തിൽ. ഇനി ഇതിൻ്റെ ഒരു കാതലായ വശമുണ്ട്, അതിലേക്ക് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞ ആഹ്വാനത്തെ മുൻനിർത്തിക്കൊണ്ട് അന്വേഷിച്ചു, പല കാര്യങ്ങളും പഠിച്ചു, മനസ്സിലാക്കി, അതിൻ്റെ ഒരു ആകെത്തുകയെടുത്തു, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടല്ല, കൺക്ലൂഷൻ അടുത്ത ദിവസം തരാം. എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടികൾ പറഞ്ഞല്ലോ. ഇനിയൊരു കൺക്ലൂഷൻ എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ആ കൺക്ലൂഷനിൽ കനത്ത നിരാശയാണ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളായ ഓർത്തഡോക്സുകാർക്ക് അവരുടെ ദൈവം ആരെന്നൊരു പിടിയില്ല. അതൊരു നിരാശയ്ക്ക് കാരണമാണ്. അവരുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ പല കളറിലും പല കോലത്തിലും പല രീതിയിലുമാണ്, ഏകീകൃതമായിട്ടല്ല. മാമോദീസ പോലും പല രീതിയിലാണ്, പല രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയയില്ല. ഇരുട്ടിത്തപ്പുകയാണ്. ഇപ്പോഴും എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അഭിഷേകതയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലന്മാരോ ആദിമപിതാക്കന്മാരോ ആരും ഉണ്ടാക്കാത്ത അഭിഷേകതയിൽ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും അങ്ങനെ ഒരു അഭിഷേകതയിൽ ഉണ്ടാക്കിയെന്ന് ഒരു തരത്തിലും തെളിയിക്കാൻ തല കുത്തി നിന്നാൽ സാധിക്കില്ല. 2000 അല്ല 20,000 കൊല്ലം ശ്രമിച്ചാൽ പോലും സാധിക്കില്ലെന്ന് ഞാൻ എഴുതി വെച്ച് തരാം. ഒരു അപ്പോസ്തലന്മാരും ഒരു ആദിമപിതാക്കന്മാരും ഈ പറഞ്ഞ മൂറോൻ ഉണ്ടാക്കിയിട്ടില്ല. അത് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്ര സ്പഷ്ടവും കൃത്യവുമായ കാര്യങ്ങളാണ് ഇതെല്ലാം. കാര്യങ്ങളാണ്. ഇതിനിടയിൽ നിങ്ങൾ പറയുന്നൊരു മണ്ടത്തരവും കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ പുളിപ്പിൻ്റെ പിന്തുടർച്ചാവകാശമുള്ള ആളുകളാണെന്നുള്ളത്. അതും ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി മണ്ടത്തരമാണെന്ന്. പുളിപ്പിൻ്റെ പിന്തുടർച്ചാവകാശവും എന്ത് പുളിപ്പിൻ്റെ പിന്തുടർച്ചാവകാശം? അതായത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും മാളികമുറിയിൽ അന്ത്യ അത്താഴത്തിന് ഒരുമിച്ച് കൂടിയൊരു കാര്യമുണ്ടല്ലോ. അവിടെയാണല്ലോ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. ആ രാത്രിയിലാണല്ലോ അവൻ അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്.
ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് എന്താ? അത് പെസഹ ആചരിക്കാനാണ് ഒരുമിച്ച് കൂടിയത്. പെസഹ ആചരിക്കാൻ ഒരുമിച്ച് കൂടിയിട്ട് പെസഹായുടെ ചില കോഴ്സുകളുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അതിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നു, അല്ലെ മനസ്സിലാക്കുന്നു, ഏറ്റവും ഒടുവിൽ മിച്ചം വന്ന അപ്പം എടുത്ത് കർത്താവ് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അത് പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിയ അപ്പമാണ്, അതിൻ്റെ മിച്ചമാണ്. അപ്പോൾ അങ്ങനെ പെസഹായ്ക്ക് വേണ്ടി ഒരുക്കി അങ്ങനെ കൊടുത്ത അപ്പം എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. അത് പുളിപ്പില്ലാത്ത അപ്പമാണ്. പിന്നെ അവിടെ പുളിപ്പില്ലാത്ത അപ്പം ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആ പറയുന്ന ആ വാദഗതികളും ആശയങ്ങളും ഒക്കെ ഈ ചരിത്രാതീത കാലം മുതൽ മനുഷ്യരെ കുരുക്കിയിടാൻ മാത്രം പ്രയോജനപ്പെട്ടു, അത്ര തന്നെ. ചിന്താശേഷിയില്ലാത്ത ജനം ചിന്തിക്കാത്തത് കൊണ്ട് അവർ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ, അതായത് പട്ടക്കാരും മേൽപ്പട്ടക്കാരും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ അവർ ആമേൻ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ തന്നെ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ പോകുന്നു കാലങ്ങളായിട്ട്. അവരെപ്പോഴെങ്കിലും നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലമായിരിക്കും. അവരെ എപ്പോഴെങ്കിലും നിന്ന് ചിന്തിച്ച് തലയൊക്കെ ഒന്ന് കുടഞ്ഞ് അവർ ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയാൻ വിഷമിക്കും, വിയർക്കും. ഈ പുളിപ്പ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ആര് പുളിപ്പിച്ചു? എങ്ങനെ പുളിപ്പിച്ചു? ആദ്യത്തെ കുർബാന യാക്കോബ് അപ്പോസ്തലനാണ് ചൊല്ലിയത്. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ഈ പറഞ്ഞ പുളിപ്പിൻ്റെ പിന്തുടർച്ചയിൽ നിന്നുള്ള അപ്പമാണ്, അതായത് മാളികമുറിയിൽ കർത്താവ് അവിടെ വാഴ്ത്തി കൊടുത്ത അപ്പം, ആ അപ്പത്തിൻ്റെ പിന്തുടർച്ച അതിൻ്റെ പുളിപ്പിൽ നിന്നാണ്. വീണ്ടും 50 ദിവസം കഴിഞ്ഞ് ഈ മാളികയിൽ വീണ്ടും യാക്കോബ് അപ്പോസ്തലനോട് ആദ്യത്തെ കുർബാന ചൊല്ലിയെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എവിടുന്നാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് സാധാരണ ലേമാൻസ് അല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരോടൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പിന്തുടർച്ച. അതായത് പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച പറയുമല്ലോ, അതുപോലെ തന്നെയാണ് പുളിപ്പിൻ്റെ പിന്തുടർച്ച എന്നുള്ളൊരു കാര്യം ഈ ഗ്രൂപ്പ് മാത്രം പറയുന്നത്, വേറെ ഗ്രൂപ്പുകളൊന്നും പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? ഇതെല്ലാം ബാലിഷ്യങ്ങളായ ആശയങ്ങളാണ്. ഇതിനെയെല്ലാം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ഉയർത്തുന്ന ഒരു വാദഗതിയുണ്ട്, ബൈബിൾ പൂർണ്ണമല്ല, ബൈബിളിൽ എല്ലാം ഇല്ല, പിന്നീട് പല കാര്യങ്ങളും അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലാണുള്ളത്, പൊളിപ്പ് ഞങ്ങളുടെ കയ്യിലാണുള്ളത്, ഈ മണ്ടത്തരങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് തലമുറയായി കൈമാറും, ഞങ്ങൾ കൊണ്ടുപോകുന്നാണ് പറയുന്നത്. നിങ്ങളങ്ങനെ കൊണ്ടുപോക്കോ, അതിനൊന്നും തടസ്സമില്ല, അതിനൊന്നും ഒരു എന്താ പറയുക, നമുക്കൊരു ശത്രുതാ മനോഭാവവും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങൾ സുവിശേഷം പറയും. അത് സകലരോടും പറയും, നിങ്ങളുടെ ഇടയിലും പറയും, ഞങ്ങളുടെ ഇടയിലും പറയും. പെന്തിക്കോസുകാരോടും സുവിശേഷം പറയും, ഓർത്തഡോക്സുകാരോടും പറയും. സുവിശേഷം കേൾക്കുന്നവൻ സത്യവിശ്വാസത്തിലേക്ക് വരും. സുവിശേഷം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് തന്നെ സംസാരിക്കാനിടയായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് മലയാളക്കരയിൽ തോമാസ് ലീഗയിൽ സ്ഥാപിച്ചു എന്ന് പറയുന്ന മലങ്കരയിലെ സഭ, ക്രൈസ്തവ സഭ, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സ്റ്റേറ്റിലും കടന്നുപോയി സുവിശേഷം അറിയിച്ചിട്ടില്ലെന്നുള്ള നഗ്നമായ സത്യവും ഞങ്ങൾ കണ്ടെത്തി. അത് ഞങ്ങൾ കോട്ടയം പട്ടണത്തിൻ്റെ പരിസരത്തുള്ള ആളുകളെ ധരിപ്പിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ 56-ാം ദിവസം മാമോദീസയേറ്റ ആളുകളാണ് ഞങ്ങളുടെ കേൾവിക്കാരായി കടന്നു വന്ന ആളുകളൊക്കെ. അവരോട് ഞങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ അവർ തലകുനിച്ചാ മടങ്ങിപ്പോയത്. കാരണം എന്താ? ഈ 2000 കൊല്ലത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ സുവിശേഷം അറിയിച്ചില്ല? ഹിന്ദിക്കാരെ നിങ്ങൾ ഈ വിശ്വാസ വഴിയിൽ കൊണ്ടുവന്നില്ല, തമിഴരെ കൊണ്ടുവന്നില്ല, തെലുങ്കരെ കൊണ്ടുവന്നില്ല, ബംഗാളിയെ കൊണ്ടുവന്നില്ല, നേപ്പാളിയെ കൊണ്ടുവന്നില്ല, ബർമ്മക്കാരനെ കൊണ്ടുവന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ ആളുകളെ നിങ്ങൾ പറയുന്ന വിശ്വാസ വഴിയിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് സുവിശേഷം അറിയിച്ചില്ല? അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അത് ഇത്രയേ ഉള്ളൂ, അജ്ഞത ഭയങ്കരമാണ്. സുവിശേഷത്തെക്കുറിച്ചുള്ള അജ്ഞത. ഞങ്ങളെ സംബന്ധിച്ച് സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയുമില്ല, നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലജ്ജയില്ലാതെ പിന്നെയും അപമാനിതരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിട്ടും പിന്നെയും പറയുന്നത് ആ സുവിശേഷം വഴിയല്ലാതെ ഒരു മനുഷ്യന് രക്ഷയില്ല. അതുകൊണ്ട് സുവിശേഷം പറയണം, അത് ഘോഷിക്കേണ്ടതുണ്ട്. ഏതൊരു ഓർത്തഡോക്സുകാരനോട് സുവിശേഷം പറയേണ്ടതുണ്ട്. അവൻ സുവിശേഷം കേൾക്കണം, കേട്ട സുവിശേഷം ഏറ്റെടുക്കണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. 56-ാം ദിവസത്തെ മാമോദീസയ്ക്കൊന്നും ഒരു വാലിഡിറ്റി ഇല്ല, സീറോ വാലിഡിറ്റി. കാഹളം കേൾക്കില്ല.
ആ മാമോദീസയിൽ കാഹളം കേൾക്കില്ല. യഥാർത്ഥ മാമോദീസ ഏറ്റ്, അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഗ്യാരണ്ടി എന്താ? കാഹളം കേൾക്കും. അതാണ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയുള്ള സുവിശേഷം ഞങ്ങൾ അറിയിക്കുകയാണ്. പലപ്പോഴായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ അവസാനമായി ഒന്നുകൂടെ പറയുകയാണ്. ആ സുവിശേഷം കേട്ട് ഏറ്റെടുക്കുന്നവർക്ക് നിത്യരക്ഷ ഉറപ്പാണ്. അവരെ ഒടുക്കത്തെ നാളിൽ കർത്താവ് ഈശോ മിശിഹ ഉയർപ്പിക്കും. അതൊരു ഭാഗ്യാവസ്ഥയാണ്, അതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മാന്യ സഹോദരങ്ങളെ എല്ലാം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. മണ്ടത്തരങ്ങളിലും കെട്ടുകഥകളിലും മുത്തശ്ശിക്കഥകളിലും അഭിരമിച്ചത് മതി. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ബുദ്ധിപദേശത്തിന് നന്ദി. ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പഠിക്കുന്നുണ്ട്. കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു ചുരുക്കമാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ ഗൗരവമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അവതരിപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്വർഗത്തിലെ ദൈവം അതിനെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.